ഹായ് എവ്രി വൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക് പഠിക്കാം. ഇംഗ്ലീഷിലെ കുറച്ച് വേർഡ്സിന്റെ സ്പെല്ലിംഗ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്പെല്ലിങ്ങിന് നമ്മളൊരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം. ഫസ്റ്റ് വേർഡാണ് ഓൺട്രപ്രനോർ. ഓൺട്രപ്രനോർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം. എന്റർപ്രന്യൂർ എന്നാണ് എഴുതുക. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഓൺട്രപ്രന്യൂർ എന്നാണ് വായിക്കുന്നത് കേട്ടോ. അപ്പൊ എൻട്ര ഓർക്ക, എൻട്ര ENTRE, എന്റർപ്രന്യൂർ കേട്ടോ, പ്രന്യൂർ. അപ്പൊ ENTREPRENEUR, ഓൺട്രപ്രന്യൂർ എന്നുള്ളത് എന്റർപ്രന്യൂർ. ഓക്കെ, ഇതെല്ലാം ആണ്. അതുപോലെ ലാസ്റ്റ് EUR ആണ്. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൺട്രപ്രന്യൂർ, entrepreneur. ഓക്കെ, നെക്സ്റ്റ് വൺ മിസ്ചീവിയസ്. മിസ്ചീവിയസ്. അപ്പൊ മിസ്ചീവിയസ് അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഐ കൺഫ്യൂഷൻ വരില്ല. മിസ്ചി പഠിക്കാം, ഐയും ഐ. മിസ്ചീവിയസ് കേട്ടോ. അപ്പൊ മിസ്ചീവിയസ്. അപ്പൊ IE ആണോ EI ആണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വൺ ഒക്കേഷണലി. ഒക്കേഷണലി. ഇവിടെ പതുക്കെ പറയാ, ഇവിടെ കുറച്ച് തറപ്പിച്ച് പറയാ. അപ്പൊ 2 C ഉണ്ടെന്ന് ഓർക്കാം. ഓക്കെ, ഒക്കേഷണലി. ഒക്കേഷണലി 2 S ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പഠിക്കാം. ഒക്കേഷണലി. ഒക്കേഷണലി. ഓക്കെ, നെക്സ്റ്റ് പെർസീവിയറൻസ്. പെർസീവിയറൻസ്. അപ്പൊ ഇത് നമുക്ക് സംശയം വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പെർ 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 സിവർ സിവിയർ അൻസ്. ഓക്കെ, പെർസിവിയറൻസ്. പെർസീവിയറൻസ്. ഓക്കെ, ഇവിടെ EA ഒന്നുമില്ല. ഓക്കെ, പെർസിവിയറൻസ്. പെർസീവിയറൻസ്. പെർസീവിയറൻസ്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ. പേഴ്സണൽ. പേഴ്സണൽ വേറെ ഉണ്ട്, ഇത് പേഴ്സണൽ. ഓക്കെ, പേഴ്സൺ നമുക്കറിയാം. പേഴ്സൺ. പേഴ്സൺ നെൽ. പേഴ്സൺ നെൽ. പേഴ്സണൽ. ഓക്കെ, നെക്സ്റ്റ് കൊളീഗ്. 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 കൊളീഗ് നമുക്കറിയാം. കൊള്ളി ഏഗ്. കൊളീഗ്. EA ഉണ്ട് കേട്ടോ. കൊളീഗ്. EA. അപ്പോ ഓൺട്രപ്രന്യൂർ, മിസ്ചീവിയസ്, ഒക്കേഷണലി, പെർസീവിയറൻസ്, പേഴ്സണൽ, കൊളീഗ്. ഓക്കെ, കൊളീഗ് എന്ന് നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, നെക്സ്റ്റ് വൺ ബ്യൂറോക്രസി. ബ്യൂറോക്രസി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്രസി ഓർക്കുക. ഓക്രസി. AU. ഓക്രസി. അപ്പൊ ബ്യൂർ ഓക്രസി. ബ്യൂറോക്രസി കേട്ടോ. ബ്യൂർ ഓക്രസി. ബ്യൂറോക്രസി. ഓക്കെ, നെക്സ്റ്റ് വൺ ഓംലെറ്റ്. ഓംലെറ്റ്. ഓമലറ്റ്. നമ്മൾ മലയാളത്തിൽ പറയില്ല ഓമലറ്റ്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഓമലറ്റ്. 2 T ഉണ്ട്, അതാണ് ഓംലെറ്റ്. ഓംലെറ്റ്. ഓമലറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൂറ്റനന്റ്. ലൈ. ലൈ നോക്കാം. അപ്പൊ ലൈ യു ടെനന്റ്. ഓക്കെ, ലൈ യു ടെനന്റ്, അതാണ് ല്യൂട്ടനന്റ്. ലൈ LIE. ലൈ നോക്കാം. അപ്പൊ ലൈ യു ടെനന്റ്. ല്യൂട്ടനന്റ്. ഓക്കെ, നെക്സ്റ്റ് മെമ്മോറാൻഡം. മെമ്മോറാൻഡം. ഒക്കെ ഒരു M ഉള്ളൂ. അപ്പൊ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, തറപ്പിച്ച് പറയണ്ട. മെമ്മോറാൻഡം. അപ്പൊ എല്ലാം ഒരു M ഉള്ളൂ. മെമ്മോറാൻഡം. ഓക്കെ, 2 M ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം വരാൻ സാധ്യത. അപ്പൊ മെമ്മോറാൻഡം. ഓക്കെ, നെക്സ്റ്റ് വൺ കൊണേഴ്സ്യോർ. അപ്പോ കൊണ്ണോ. CONNO. കൊണ്ണോയ് സിയോർ. അപ്പൊ 2 N ഉണ്ട്, 2 S ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വേണമെങ്കിൽ കൊണോയിസ് സിയോർ അങ്ങനെയും പഠിക്കാം കേട്ടോ. കൊണോയിസ്. CONNOIS. കൊണോയിസ് സിയോർ. കൊണോയിസ് സിയോർ. കൊണോയ്സ്യോർ. ഓക്കെ, CONNOISSEUR. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പ്ലേജറൈസ്. പ്ലേജിയറൈസ് ആണ് കേട്ടോ. പ്ലേജിയറൈസ്. പ്ലേജറൈസ്. ഓക്കെ, പ്ലേജ് ഇയറൈസ്, അതാണ് പ്ലേജറൈസ്. പ്ലേജറൈസ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. ഓൺട്രപ്രനോർ, മിസ്ചീവിയസ്, ഒക്കേഷണലി, പെർസീവറൻസ്, പേഴ്സണൽ, കൊളീഗ്, ബ്യൂറോക്രസി, ഓംലെറ്റ്, ലൂട്ടനന്റ്, മെമ്മോറാൻഡം, കൊണോയ്സിയർ, പ്ലേജറൈസ്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് നോക്കാം.
അടുത്തത് കരീബിയൻ. കരീബിയൻ നമുക്ക് സംശയം വരാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ആർ ഉണ്ടോ, ഡബിൾ ബി ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പറയാം? കരീബിയൻ. ബിയൻ ഡബിൾ ബി ആണ് കേട്ടോ, ഒരു ആറേ ഉള്ളൂ. അപ്പൊ കരീബിയൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കരീബ് ബീൻ, അങ്ങനെയും പഠിക്കാം കേട്ടോ. കരീബ് ബീൻ, അതാണ് കരീബിയൻ. അപ്പൊ കരീബിയൻ. ഓക്കെ, രണ്ട് ബി ഉണ്ട്. കരീബ് ബീൻ എന്ന് പഠിച്ചാൽ മതി. കരീബ് ബീൻ, കരീബിയൻ. ഓക്കെ, നെക്സ്റ്റ് ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ്. ഫിലിപ്പ് എന്ന് ഓർക്കുക, ഒരല്ലേ ഉള്ളൂ കേട്ടോ. ഫിലിപ്പ് പൈൻ. ഫിലിപ്പ് പൈൻ. ഫിലിപ്പ് പൈൻ, ഒരല്ലേ ഉള്ളൂ. ഫിലിപ്പൈൻസ്. ഓക്കെ, നെക്സ്റ്റ് സാക്രിലേജിയസ്. സാക്രിൽ ഏജിയസ്, ഒരല്ലേ ഉള്ളൂ. സാക്രിൽ ഏജിയസ്, സാക്രിലേജിയസ്. ഓക്കെ, നെക്സ്റ്റ് കമ്മിറ്റി. കമ്മിറ്റി എല്ലാം ഡബിൾ ആണ്. COMMITTEE, കമ്മിറ്റി. ഇതൊക്കെ എളുപ്പമാണെങ്കിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതൊക്കെ എന്തായാലും തറവായിട്ട് പഠിക്കാം. കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് അൺഫോർസീൻ. FORE ആണ് കേട്ടോ. അൺഫോർസീൻ. അൺഫോർസീൻ. ഓക്കെ, FORE. ഓക്കെ, നെക്സ്റ്റ് സ്കിൽഫുൾ. സ്കിൽഫുളിന് ഒരേയുള്ളൂ. ഓക്കെ, ഒരേയുള്ളൂ, ഓർത്ത് വെക്കുക. സ്കിൽഫുൾ. സ്കിൽഫുൾ, ഇതൊക്കെ നമുക്ക് ഡൗട്ട് വരാം. ഒരേയുള്ളൂ. നെക്സ്റ്റ് ടാറ്റു. ടാറ്റു നമുക്ക് അറിയുന്നുണ്ടാവും. ടാറ്റു, TTOO, ടാറ്റു. നെക്സ്റ്റ് ടോളറൻസ്. ടോളറൻസിന് ഒരേയുള്ളൂ കേട്ടോ. ടോളറൻസ്. ടോളറൻസ്. ഓക്കെ, നെക്സ്റ്റ് യാച്ച്. YACHT, യാച്ച്. ഓക്കെ, നെക്സ്റ്റ് സക്സിങ്ക്റ്റ്. രണ്ട് സി ഉണ്ട്, അപ്പൊ വേണമെങ്കിൽ നമുക്ക് സക്സിങ്ക്റ്റ് അങ്ങനെ പഠിക്കാം കേട്ടോ. സക്സിങ്ക്റ്റ്. സക്സിങ്ക്റ്റ് I ആണ്. സക്സിങ്ക്റ്റ്. ഓക്കെ, ഇവിടെ ഒരു CT കൂടെ ഉണ്ട്. CT ഉണ്ട്. സക്സിങ്ക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് മിറാഷ്. ഓക്കെ, ഇത് നമുക്ക് 2 R ഉണ്ടോ 2 G ഉണ്ടോ എന്നൊക്കെ സംശയം വരാം. അപ്പൊ എല്ലാം ഓരോന്നുള്ളൂ കേട്ടോ. മിറാഷ്. മിറാഷ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾസ്ട്രി. അപ്പ് ഹോൾ സ്റ്ററി. അപ്പ് ഹോൾ സ്റ്ററി. അപ്പോൾസ്ട്രി. അപ്പോൾസ്ട്രി കേട്ടോ. അപ്പ് ഹോൾ സ്റ്ററി. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. കരീബിയൻ. കരീബിയൻ. ഓക്കെ, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ്, ഒരല്ലേ ഉള്ളൂ. സാക്രിലേജിയസ്. സാക്രിലേജിയസ്. കമ്മിറ്റി. കമ്മിറ്റിക്ക് 2 M 2 T 2 E. ഓക്കെ, അൺഫോർസീൻ. FORE ആണ്. സ്കിൽഫുൾ, ഒരല്ലേ ഉള്ളൂ. രണ്ടിനും ഒരല്ലേ ഉള്ളൂ കേട്ടോ. ടാറ്റു 2 T 2 O. ടോളറൻസ് ഒരല്ലേ ഉള്ളൂ. യാച്ച് CHT ആണ് കേട്ടോ. ഒരു യാച്ച്. സക്സിങ്ക്റ്റ്. സക്സിങ്ക്റ്റ്, ഇവിടെ ഒരു CT ഉണ്ട്. മിറാഷ്. മിറാഷിനൊക്കെ ഓരോന്നേ ഉള്ളൂ. അപ്പ് ഹോൾസ്ട്രി. അപ്പോൾസ്ട്രി. ഓക്കെ, അടുത്തത് നോക്കാം. എക്രോസ്. എക്രോസിന് ഒരു C ഉള്ളൂ കേട്ടോ. 2 C ഉണ്ടോന്ന് നമുക്ക് സംശയം വരാം. അപ്പൊ AC റോസ് എന്ന് പഠിച്ചാൽ മതി. AC റോസ് ആണ് എക്രോസ്. ROSS ആണ്. AC റോസ്, എക്രോസ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റസി. S ആണെന്ന് ഓർക്കുക. എക്സ്റ്റസി. എക്സ്റ്റസി. ഓക്കെ, എക്സ്റ്റസി. എക്സ്റ്റസി. നെക്സ്റ്റ് ബ്രോക്കോളി. ബ്രോക്കോളി. ബ്രോക്ക് കോളി. ബ്രോക്കോളി 2 C ഉണ്ട് കേട്ടോ. ബ്രോക്ക് കോളി. ബ്രോക്കോളി. ബ്രൊക്കോളി. നമ്മൾ ബ്രോക്ലി ബ്രോക്ലി എന്നാ പറയുള്ളൂ. എഴുതുമ്പോ ബ്രൊക്കോളി എന്നാണ് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ GAUGE ആണ്. ഗേജ്. ഓക്കെ, നെക്സ്റ്റ് ഡൈക്രി. ഡൈക്രി. DAIQUIRI. ഡൈക്രി. ഡൈക്രി. ഡൈക്രി കേട്ടോ. ഡൈക്രി. നെക്സ്റ്റ് ക്യൂ. ക്യൂ. ക്യൂന് നമ്മൾ ക്യൂന്ന് മാത്രമേ പ്രൊണൗൺസ് ചെയ്യുള്ളൂ, പക്ഷെ UE ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ക്യൂന് ഇങ്ങനെ ഓർക്കുക. നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കില്ലേ, ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കില്ലേ, അങ്ങനെ നോക്കാം. UE ഇങ്ങനെ ക്യൂ നിൽക്കാന്ന് ഓർത്താൽ മതി. UE. ഓക്കെ, ക്യൂ. ക്യൂ. നെക്സ്റ്റ് ടൈറനി. ടൈറനി എന്നതിന് ഡബിൾ N ഉണ്ട്. ടൈറനി. ടൈറനി. ഓക്കെ, അക്വയർ. അക്വയർ നമുക്ക് അക്രോസ് പോലെ പഠിക്കാം. AC ക്വയർ ആണ്. ഒരു C ഉള്ളൂ. അക്വയർ. അക്വയർ. ഓക്കെ, നെക്സ്റ്റ് ഡ്രങ്കൻനെസ്. ഡ്രങ്കൻനെസ് കേട്ടോ. ഡ്രങ്കൻനെസ്. ഡ്രങ്കൻനെസ്. അപ്പൊ 2 N ഉണ്ടെന്നുള്ളത് ഓർക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡയേറിയ. ഡയേറിയ. ഈ ഡയേറിയ ഒക്കെ പ്രീവിയസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ക്യൂ ഡയേറിയ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയർ പഠിക്കാം. ഡയർ. ഓക്കെ, ഡയേറിയ എന്നുള്ളത് റിയക്ക് RH ഉണ്ട് നോക്കാം കേട്ടോ. OEA. ഡയേറിയ. ഓക്കെ, RHOEA. OEA. ഓക്കെ, OEA. ഡയേറിയ. ഡയർ റിയ എന്നുള്ളതിന് RHOEA.
ഓക്കെ, നെക്സ്റ്റ് ഓക്സിലിയറി. ഓക്സിലിയറിക്ക് ഒരു എൽ ഉള്ളൂ കേട്ടോ. ഓക്സിലിയറി. ഓക്കെ, നെക്സ്റ്റ് പാസ് ടൈം. പാസ് ടൈം ഒരു ടി ഉള്ള, പാസ്റ്റ് ടൈം എന്നല്ല, പാസ് ടൈം ഒക്കെ ഒറ്റ വാക്കാണ്, പാസ് ടൈം. ഓക്കെ, അപ്പൊ ഒന്ന് റിവൈസ് ചെയ്തോളൂ. എക്രോസ്, എക്സ്റ്റസി, ബ്രോക്കലി, ഗേജ്, ഡയക്രി, ക്യൂ, ടൈറനി, അക്വയർ, ഡ്രങ്കന്നസ്, ഡയറിയ, ഓക്സിലറി, പാസ് ടൈം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫുൾഫിൽമെന്റ് ഒരെല്ലേ ഉള്ളൂ കേട്ടോ. ഫുൾഫിൽമെന്റ് പതുക്കെ പറഞ്ഞാൽ മതി. ഫുൾഫിൽമെന്റ് ഒക്കെ ഒരു എല്ല്, രണ്ട് എല്ല് എന്നായിരിക്കും ഓപ്ഷനിലൊക്കെ ഉണ്ടാവും. അതാവും നമുക്ക് കൺഫ്യൂഷൻ വരാം. കാരണം നമ്മൾ ഫുൾ എന്ന് എഴുതുമ്പോൾ FULL എന്നാണ് എഴുതാം. അപ്പൊ ഇവിടെ ഒരു എല്ല് ഉള്ളൂ കേട്ടോ. ഫുൾഫിൽമെന്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രിസംപ്ച്വസ്. പ്രിസംപ്റ്റ് കണ്ട, പ്രിസംപ്റ്റ് അസ്, പ്രിസംപ്ച്വസ്, TUOUS, പ്രിസംപ്ച്വസ്. ഓക്കെ, നെക്സ്റ്റ് മീഡിയോക്കർ. മീഡിയോക്കർ. ഓക്കെ, അതൊക്കെ എഴുതി നോക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് ഓർമ്മ വരണമെന്നില്ല. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്കീയിങ്ങിന് I ആണ് കേട്ടോ. സ്കീയിങ്. ഓക്കെ, നെക്സ്റ്റ് സോളിയോക്വി. അതിന് QUY ആണ്. ഓക്കെ, സോളിലോക്വി. ഓക്കെ, നെക്സ്റ്റ് സക്സസ് നമുക്കറിയാം, എന്നിരുന്നാലും 2 C 2 S ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. സക്സസ്. ഓക്കെ, അപ്പൊ നോക്കൂ. ഫുൾഫിൽമെന്റ്, പ്രിസംപ്ച്വസ്, മീഡിയോക്കർ, സ്കീയിങ്, സോളിയോക്വി, സക്സസ്. ഓക്കെ, സോളിലോക്വി സക്സസ്. നെക്സ്റ്റ് നോക്കൂ. സുക്കീനി. അപ്പൊ ZUCC. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുക്ക് ചീനി എന്ന് പഠിക്കാം. സുക്കീനി കേട്ടോ. സുക്കീനി. ഓക്കെ, സുക്കീനി. ഓക്കെ, നെക്സ്റ്റ് അക്വൈൻറ്റൻസിന് ഒരു C ഉള്ളൂ. AC എന്ന് പഠിക്കാം കേട്ടോ. അക്വൈൻറ്റൻസ്. നെക്സ്റ്റ് പ്രൊഫസർ എളുപ്പമാണെങ്കിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. എപ്പോൾ എഴുതുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ പ്രൊഫസർ എന്ന് പഠിക്കുക. ഒരു F ഉള്ളൂ കേട്ടോ. പ്രൊഫസർ ഒരു Fഉം 2 Sഉം ആണുള്ളത് കേട്ടോ. പ്രൊഫസർ. നെക്സ്റ്റ് സീനറിക്ക് E ആണ്. സീനറി. ഓക്കെ, സീനറി. അപ്പൊ നമുക്ക് സീൻ ഓർക്കാം കേട്ടോ. അതാണ് സീനറി. ഓക്കെ, നെക്സ്റ്റ് നെമസിസ്. ഓക്കെ, നെക്സ്റ്റ് അഡൾട്ടറി ആണ്. അഡൾട്ടറി. അപ്പൊ നോക്കൂ. സുക്കീനി, അക്വൈൻറ്റൻസ്, പ്രൊഫസർ, സീനറി, നെമസിസ്, അഡൾട്ടറി. ഓക്കെ, അത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ 2 ക്ലാസ്സസ് ആയിട്ട് 100-ലധികം വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് ഞാൻ ഈ 2 ക്ലാസ്സുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.